മാർച്ച് 25 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നിറഞ്ഞ നന്ദിയുള്ള ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേപ്പ് വൈനിൽ 1962 മാർച്ചിൽ വന്ന ലേഖനത്തിലെ ഒരു ഭാഗമാണ്. നമ്മൾ ശരിയായ വിധേയത്വം പ്രോഗ്രാമിനോട് അല്ലെങ്കിൽ വലിയ ശക്തി എന്ന ആശയം, നിങ്ങൾ ഏതാണോ രണ്ടാമത്തെ പടിയിൽ മനസ്സിലാക്കുന്ന ആ ആശയത്തോടുള്ള വിധേയത്വം. കാരണം ഇവിടെ മറ്റ് മനുഷ്യർക്കും സാഹചര്യങ്ങൾക്കും നിങ്ങൾ വിധേയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കുഴപ്പമുണ്ടാകുമെന്ന് മധ്യാസക്തനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും പരാതികളും പരിവട്ടങ്ങളും ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങൾക്കും പല സാഹചര്യങ്ങൾ നന്നായിരുന്നില്ല, ആളുകൾ നന്നായിട്ട് പെരുമാറിയില്ല എന്ന് നന്ദി പറയാതെ നന്ദികേടുകൾ പറയുക, ചെയ്തു തന്ന ഒരു ഉപകാരത്തിനും നമുക്ക് നന്ദി ഉണ്ടാവില്ല. ഇവിടെ നിറഞ്ഞ നന്ദിയുള്ള ഹൃദയം നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇന്ന് നമ്മുടെ ജീവൻ ബാക്കിയായി എന്നുള്ള ഒരു കാര്യം നിരവധി പേരുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ബാക്കിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നന്ദി നിറഞ്ഞ പരാതികളും പരിവട്ടങ്ങളൊന്നും പറയാൻ പറ്റില്ല. ആത്മീയമായിട്ട് അതേപോലെ ഭൗതികമായിട്ടൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ കുടി മാറ്റി നിർത്തിയപ്പോൾ തന്നെ വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാകുന്നത്. കുടിക്കാതെ നിൽക്കുക എന്ന് പറയുന്നതും അതിനോളം വലിയ ഒരു വേറൊരു അനുഗ്രഹം ഇല്ല എന്ന് പറയാറുണ്ട്, പല പഴമക്കാരും പറയാറുണ്ട്. അപ്പം അവിടെ ഭൗതികമായിട്ട് പല സംഭവങ്ങളിലും നമുക്ക് ആ നന്ദി നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ കഴിവായിട്ട് നമ്മളതിനെയൊക്കെ ഉപയോഗിക്കാൻ കരുതുക. ഭൗതികമായ നേട്ടം നമ്മൾ ഉണ്ടാക്കുന്നു, ആത്മീയമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ വലിയ കഴിവാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ അഭിമാനമാണ്, ഞാൻ വലിയ കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ അഹങ്കാരത്തെ വളർത്തും. അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയം നമുക്ക് ഉണ്ടാകുമ്പോൾ അഹങ്കാരമില്ലാതെ യഥാർത്ഥ എളിമയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ സത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദുരഭിമാനമുണ്ട്. അഭിമാനബോധം നല്ലതാണ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വയം സഹതാപം ഇല്ലാതിരിക്കാൻ, നമ്മൾ ആരാണെന്നുള്ള ബോധ്യമൊക്കെ നല്ലതാണ്. ഇവിടെ ഈ ദുരഭിമാനം ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും കാര്യങ്ങളെ ഒരു തുറന്ന മനസ്ഥിതിയോടുകൂടി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരാൾ എന്താണ് പറയുന്നത്, അയാൾ എന്ത് ആശയമാണ് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മുടെ മുൻധാരണ വെച്ച് നമ്മൾ അവരോട് പെരുമാറാനുള്ള ഇടയുണ്ടാവാറുണ്ട്. അത്തരം മനോഭാവം ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയമുണ്ടാകണം. ആ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ എനിക്കുണ്ടായത്, ഞാൻ യഥാർത്ഥമായ ഒരു ആശ്രയത്വം, വിധേയത്വം പ്രോഗ്രാമിനോടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആയത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ദുരഭിമാനമൊന്നുമില്ല. എൻ്റെ ഞാനെന്ന് പറയുന്ന ബോധമൊന്നും എന്നിൽ എൻ്റെ കഴിവാണ് എന്നുള്ളതൊന്നും പറയില്ല. അവിടെയാ പറയുന്നത് നിറഞ്ഞ നന്ദിയുള്ള ഹൃദയം പുറത്തേക്ക്, ആ ഹൃദയമെടുപ്പ്, എൻ്റെ പ്രവർത്തികൾ മാറും. നന്ദി നിറഞ്ഞ ഹൃദയമാണ് എന്നുള്ളത്, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലും ആളുകളോട് പറഞ്ഞുകൊണ്ടാവില്ല. ഇന്ന് ഞാൻ എയിൽ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, മദ്യാസക്തർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. എന്തിനാണത്? എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പ്രകടമാക്കുന്നത് മുന്നോട്ടാണ്. മറ്റാളുകളെ ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. പല ആളുകൾക്കും ഇത് മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതെനിക്ക് പറയാനും പറ്റില്ല. എനിക്ക് എന്നെയാണ് പരിശോധിക്കാൻ പറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തികൾ ഞാൻ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് തന്ന പഴമക്കാരായ മനുഷ്യർ, ഓരോ മനുഷ്യരുടെയും സഹായം, അന്നുണ്ടായിരുന്ന ഒപ്പം കുടിച്ചു പോയ ആളുകൾ എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിൽ നിൽക്കാൻ കഴിയാത്ത ആൾക്കാർ, നിരവധി പേരുടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെയുള്ള പാഠം, അവരോടൊക്കെയുള്ള നന്ദിയുണ്ട് എൻ്റെ സുബോധ ജീവിതത്തിന്. ആ നന്ദി അത് മുന്നോട്ട് ഞാൻ കൊടുക്കേണ്ടത് അത് പറഞ്ഞുകൊണ്ടോ വലിയ സംഭവം ചെയ്തു എന്ന മനോഭാവത്തോടു കൂടിയൊന്നുമല്ല. ദുരഭിമാനം, ഒരു തരത്തിലും അഭിമാനബോധം സന്തുലിതമാക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് അവിടെ. ഹൃദയപിടിപ്പ് മതി എന്നാ പറയാം. സ്നേഹമായിട്ട് മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവും നന്ദിയുള്ള ഹൃദയം
അല്ലെങ്കിൽ ആ ഹൃദയമിടിപ്പ് അതിന് പകരാവില്ല എന്ന് പറയാറുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ നന്ദി ഉണ്ടെങ്കിൽ മറ്റു മനുഷ്യരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ തെറ്റുകളൊക്കെ പൊറുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം ഉണ്ടാവും. നമ്മൾ ആളുകളെ പരിഹസിക്കില്ല. നമുക്ക് ആളുകളുടെ അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥ തുറന്ന മനസ്സ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ആളുകൾ, വിരോധമുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ഏലായിക്കോട്ടെ, നമ്മുടെ ഓഫീസിലായിക്കോട്ടെ, അവർ പറയുന്ന ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്ന നമ്മുടെ എന്തോ കഴിവാണ്, നമ്മൾ എന്തൊക്കെയോ ആയി, ഞാൻ എവിടേക്കോ എത്തിച്ചേർന്നു എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആവുമ്പോൾ ആ വന്ന കാലഘട്ടവും ഒന്നും അറിയാതെ ഇങ്ങനെ പകച്ചു നിന്നതും എന്തോ ഭാഗ്യത്തിന് ഇന്ന് ജീവൻ ബാക്കിയായതാണ് കൂട്ടായ്മയിൽ. അപ്പം ഇത് ഞാൻ മുന്നോട്ട് എങ്ങനെ കൊടുക്കണം? ഏതെങ്കിലും ഒരു മദ്യാസക്തൻ കുടിച്ചു പോകുമ്പോൾ അവനെ വിലയിരുത്താനോ അവന് മാർക്കിടാനോ അവൻ്റെ കുറ്റം പറയാനോ എനിക്കെന്ത് യോഗ്യതയാണ്? ഒരാളെയും ഞാൻ വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല. മൂന്നാമത്തെ പാരമ്പര്യമൊക്കെ കൃത്യമായിട്ടത് പറയാറുണ്ട്. മൂന്നാമത്തെ പാരമ്പര്യം എനിക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നാമത്തെ പടിയിൽ യഥാർത്ഥ വിധേയത്വത്തിലേക്ക്, ആ വിട്ടുകൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുമ്പോൾ സ്നേഹം പ്രവർത്തിക്കും. വിട്ടുകൊടുക്കുന്ന എവിടെയാ? സ്നേഹമായിട്ട് പ്രവർത്തിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലും എണ്ണി പറയാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ നടത്തേണ്ടതല്ല എന്നും അത് എൻ്റെ ഉള്ളിലുണ്ടാകും. നിശബ്ദമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ യഥാർത്ഥ സ്നേഹം അത് മറ്റുള്ള ആളുകളുടെ എൻ്റെ പ്രവൃത്തിയിലേക്ക് വരും. അത് പരിഹാസത്തിലൂടെയല്ല, മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലൂടെയല്ല. ആത്മീയത പ്രവർത്തിക്കുന്ന ഒന്നായി എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്നല്ല, എന്നെക്കുറിച്ച് ഞാൻ എന്തു പറയുന്നു എന്നത് ആ പരിശോധനയിലൂടെ ആ മൂന്നാമത്തെ പടിയെ ജീവിതത്തിലേക്ക് സ്നേഹമായി കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്കൊരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.